ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂളുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെയൊക്കെ എണീറ്റു. എന്നിട്ട് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്ന് നിന്നപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞ് വന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്ന് ഞാൻ തലേന്ന് നനയ്ക്കുന്നില്ല ഗൈസ്. ഞാൻ ഇന്നലെ തന്നെ തല രാത്രി ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്ന് തല നനയ്ക്കാൻ ചെറിയൊരു മടിയായി. അതുകൊണ്ട് മുടിയും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചു. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലെൻസറായിട്ടാണ് ഞാൻ മറ്റേ ക്ലെൻസർ യൂസ് ചെയ്യാറ്. ഫേസ് വാഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂഡിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ ഫേസ് വാഷാണ്. ഞാൻ ഡെയിലി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു 11:30 സമയമൊക്കെ ആകുമ്പോൾ നല്ല വെയിലാവും. അത്യാവശ്യം ടാൻ എൻ്റെ ഫേസിലുണ്ട്. നമ്മൾ സൺസ്ക്രീൻ ഇട്ടാലും കൈക്കൊക്കെ ടാൻ അടിക്കും. അതല്ലാതെ ഫേസിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ടാൻ വരും. അതുകൊണ്ട് തന്നെ ഈ ടാന് കളയാനുള്ള രീതിയിൽ പിന്നെ കുറേ പേരുടെ മുഖത്ത് ആഗ്നി ഉണ്ടാവും, പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, ടാൻ ഉണ്ട്. ഇതൊക്കെ കൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സൊല്യൂഷനാണ്. അതാണ് ഈ ന്യൂഡിൻ്റെ ഈ ഒരു ഫേസ് വാഷ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും കേട്ടോ. ഇന്ന സ്കിൻ ടൈപ്പ് അങ്ങനെയും കാര്യങ്ങളൊന്നുമില്ല. ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചാൽ കേസർ ഉണ്ട്, അതുപോലെ ഹൽദി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ചന്ദനത്തിൻ്റെ ആ ഒരു പൊടിയില്ലേ, സാൻഡൽവുഡ് പൗഡർ, അതുണ്ട്. ഇതൊക്കെ നമ്മളെ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ഫംഗസിനെതിരെ നമ്മളെ സ്കിന്നിനെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്നെ പോലെ ഫേസിൽ ടാനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. കാരണം ഇത് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഒരു ഇന്നർ ഗ്ലോ തരാൻ വേണ്ടിയിട്ടും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺ ടാൻ എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സൺസ്ക്രീനും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രാവിലെ മോർണിംഗ് റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. രാവിലെ ഇത് വെച്ചിട്ട് ഫേസ് നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്യും. ഫേസും നെക്കും ഒരേപോലെ തന്നെ വാഷ് ചെയ്യണം. കാരണം നമുക്ക് നെക്കും നമ്മുടെ ഫേസിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ നെക്കിലേക്കും സൺ ടാൻ കാര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് ഫേസും നെക്കും ഒരുപോലെ തന്നെ നല്ല രീതിക്ക് വാഷ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഭയങ്കര അഫോർഡബിളും കൂടിയാണ് കേട്ടോ. സോ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. സോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തിടാം. അതുപോലെ തന്നെ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് ടാൻ റിമൂവ് ചെയ്യണം, ആക്നി മാർക്കൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. സോ ഫേസ് വാഷ് റുട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നു. ഞാൻ പറഞ്ഞിട്ട് തല നനച്ചില്ലെങ്കിലും ഞാൻ മേലൊക്കെ കഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് ഞാൻ വന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. 3 ഫിംഗർ റൂൾ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. SPF 30 അല്ലാണ്ട് 70 PA+++ ഉണ്ട്. അപ്പോൾ അത് നല്ലോണം ഫേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂട് എന്ന് വെച്ചാൽ വല്ലാത്ത ചൂടായിരുന്നു. അത് മാത്രമല്ല രാവിലെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടും വലിയ ചൂടായിരുന്നു ഗൈസ്. ഭയങ്കര ചൂടായിരുന്നു. ഇങ്ങനെ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിക്കും, മുഖമൊക്കെ നല്ലോണം വേർക്കും. എൻ്റെ മൂക്കിൻ്റെ സൈഡിലും അതുപോലെ ചുണ്ടിൻ്റെ മേലെയും ഭയങ്കരമായിട്ട് ഇങ്ങനെ വേർത്തോണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ഫാനിൻ്റെ അടിയിൽ പോയി നിന്ന് ഈ വല്ല തുണി വെച്ചിട്ട് ഇതിങ്ങനെ ഒപ്പി എടുക്കും കേട്ടോ. ഭയങ്കരമാണ് ഇപ്പോഴത്തെ ചൂട്. ഇങ്ങനെയല്ല കേട്ടോ ഞാൻ മുടി കെട്ടുന്നത്. മുടി ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കിടക്കിൽ ഇങ്ങനെ ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷെൽഫിൽ നിന്ന് ഏതോ ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. 2 കാതിലിട്ടു. സെക്കൻഡ് സ്റ്റഡ് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ ഇതുവരെ. അത് എന്നും ക്ലീൻ ചെയ്യാറുണ്ട്. അത് എന്താ പഴുപ്പ് വരാത്ത രീതിയിലല്ലാതെ ഞാൻ ചെയ്യാറുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു ഇട്ടിട്ട്. അപ്പോൾ ഇനി ഇത് എന്തായാലും ഊരണം. പക്ഷെ ഇപ്പോഴും വേദന ഉണ്ട്. അപ്പോൾ വേദന ഒന്ന് കുറച്ചുകൂടെ കുറഞ്ഞിട്ട് ഊരാ വിചാരിച്ചിട്ടാണ്. ഗോൾഡ് ഇടാലോ വിചാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഫാൻസി തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ട് ചിലപ്പോൾ പഴുക്കും. അതുകൊണ്ട് പിന്നെ ഗോൾഡ് ഇട്ടിട്ട് പിന്നെ ഫാൻസി ഇടാനാണ്. പിന്നെ ജസ്റ്റ് ഐലൈനർ കൊണ്ട് ഞാൻ പൊട്ടിട്ട് കൊടുത്തു. കണ്ണൊന്നും എഴുതാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് കണ്ണ് എഴുതാൻ. അതുകൊണ്ട് ഞാൻ എഴുതാറില്ല. പിന്നെ ഇന്ന് ദോശയും സാമ്പാറായിരുന്നു. അപ്പോൾ അമ്മ വാരി തന്നു ഗൈസ്. ഞാൻ കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് വാരുന്നത്. ഈ ഡേറ്റ് കുറച്ച് ലേറ്റ് ആവാറുണ്ട്. സാധാരണ 6 മണിക്കാണ് എണീക്കാറ്. പക്ഷേ ഈ ഡേറ്റ് 6:30 ഞാൻ എനിക്ക് വരുമ്പോഴേക്കും. കാരണം അച്ഛൻ കൊണ്ടാക്കുകയാണ്. ബസ്സാണെങ്കിൽ കറക്റ്റ് ടൈമിങ്ങിൽ എണീറ്റ് പോവും. കാരണം ബസ്സിലാണ് പോകണമെങ്കിൽ. പക്ഷേ ഇത് അച്ഛൻ കൊണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അച്ഛൻ കൊണ്ടാക്കി തരും. അത് ഞാൻ ലിബാം ഇട്ട് കൊടുത്തു. ലിബാം നല്ലോണം ചുണ്ടുപൊട്ടുന്നതുകൊണ്ട് ഇട്ട് കൊടുത്താണ്. അത് നല്ല കളർ പോലെ തോന്നിപ്പിച്ചപ്പോൾ ഞാനത് മാറ്റിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ നിന്നപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സ്പ്രേ ഞാൻ അടിക്കാൻ മറന്നു ഗൈസ്. ഇതെനിക്ക് പാപ്പൻ വരുമ്പോൾ ഇപ്രാവശ്യം കൊടുന്നതാണ്. എൻചാൻഡറിൻ്റെ സ്പ്രേ ആണ് ഗൈസ്. അത് മൊത്തത്തിൽ ഒന്ന് പൂശും. അപ്പോൾ ഞാൻ പെട്ടെന്ന് മറന്നു. അതാണ് തിരിച്ച് സ്പ്രേ കിട്ടിയപ്പോൾ എനിക്ക് ബാഗൊന്നും വേണ്ട. ബാഗൊക്കെ ഞാൻ അവിടെ കൊടുന്ന് ഇട്ടു. അപ്പോൾ മൊത്തത്തിൽ ഞാനങ്ങനെ അടിച്ച് പൂശും ഗൈസ്. ഇത് ഭയങ്കര കുത്തണ മണവും കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് പിന്നെ കുറേ അടിച്ചാൽ യാതൊരു കുഴപ്പമില്ല. നല്ല മണമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്കൂൾ വിട്ട് തിരിച്ച് വരുമ്പോഴും ഈ സ്മെല്ല് ഉണ്ടാവും കേട്ടോ. നല്ല മണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വാച്ച് ഇടാനും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. സോ വാച്ച് ഇടാൻ ഇതും പാപ്പൻ വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നൊരു വാച്ചാണ്. ഒരു വിൻറ്റേജ് വാച്ച് എന്നൊക്കെ പറയാം. പണ്ടത്തെ മിക്ക നടിമാരെ കയ്യിലും ഈ വാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കേട്ടോ. പിന്നെ എൻ്റെ അച്ഛമ്മ ഇപ്പോഴും ഇങ്ങനത്തെ വാച്ചാണ് യൂസ് ചെയ്യുക. ആ ഒരു വാച്ചിൻ്റെ റിങ്, ആ ഒരു വാച്ചില്ലേ, ആ ബെൽറ്റ് അല്ലാതെ ആ വാച്ച് അച്ഛമ്മയുടെ ഉള്ളത് ഭയങ്കര ചെറുതാണ്. ഇത് കുറച്ചുകൂടി വേറൊരു മോഡലായിട്ടാണ്. പക്ഷേ ആ ഒരു ബെൽറ്റ് സംഭവം സെയിം ആണ് കേട്ടോ.
അപ്പം വാച്ചും കാര്യങ്ങളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ ഭസ്മം ഇടാൻ വിചാരിച്ചു. പിന്നെ ഭസ്മം ഇടാൻ പറ്റില്ല, നമ്മൾ തല കുളിക്കാണ്ട് സ്വാമി റൂമിൽ കയറി എടുക്കുന്നത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പൗഡറൊക്കെ വെച്ച് ഇട്ട് കൊടുത്താണ് ഗൈസ്. പിന്നെ ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ റൂമിൽ കയറിപ്പോയി. അവിടെ AC ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. ഉണ്ണികളൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒട്ടേക്ക് കൊതിയായി ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട്. അപ്പം അങ്ങനെ എന്നെപ്പോലെ കളക്കുറി ഇടുന്ന എല്ലാവരും ഉണ്ടാവുമെന്നാണ് എൻ്റെ വിചാരം. എന്തായാലും നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇടുന്ന ചന്ദനം നല്ലല്ലോ ഇടുന്നത്. ജസ്റ്റ് ഒരു പൗഡർ വെച്ച് ഇങ്ങനെ വരയ്ക്കുക. എനിക്ക് ചന്ദനം ഇട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു അപാകത എൻ്റെ മുഖത്ത്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ അതിട്ടത്. ദേ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ വരാൻ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫുൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. അച്ഛമ്മയ്ക്ക് ടാറ്റ ബബായൊക്കെ കൊടുത്ത് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഗൈസ് ചന്ദനം പൗഡറാണ് എന്ന് ഇതുപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. സ്കൂൾ ലൈഫിൽ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പിന്നെ നല്ലൊരു സൂര്യനെ കിട്ടിയപ്പോൾ അതിന് മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ എടുത്താണ്. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ നിന്ന് എടുത്ത വീഡിയോസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ക്ലാരിറ്റി. അത് കഴിഞ്ഞ് അച്ഛൻ വന്നു ഗൈസ്. കുറേ നേരം കാത്തിരുന്ന അച്ഛൻ വന്നു. പൂവാണ് നമ്മൾ അതേ പോകുന്നു ഗൈസ്. അച്ഛൻ വരെ ടാറ്റ കൊടുത്തിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇതേ സ്കൂളൊക്കെ വിട്ട് വന്നു. ആസ് ഓൾവേസ് സ്കൂളിലത്തെ വിശേഷങ്ങൾ പറഞ്ഞ് അമ്മേനെ വെറുപ്പിക്കുന്നു ഗൈസ്. പിന്നെ ഈ ID കാർഡ് ഇക്കൊല്ലത്തെ ID കാർഡല്ല കേട്ടോ, ഇത് 9th ID കാർഡാണ്. അത് ഇട്ടിട്ട് പോകണം, നമ്മൾ പ്രോപ്പർ യൂണിഫോം അല്ലേ. പിന്നെ ചെമരൊക്കെ അതിഭീകരമായിട്ടിരിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാം, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നല്ല വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വൈറ്റ് വാഷ് ചെയ്യണം. ഇതൊക്കെ ഉണ്ണികളുടെ പണിയായിരുന്നു കേട്ടോ. മുമ്പ് അവരെന്തെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ചെമ്മരുമ്പോൾ പോയി വെച്ചിട്ട് ഇങ്ങനെ പരത്തും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. വാച്ചും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു ഗായ്സ്. മുടിയൊക്കെ ഇനി നല്ലോണം ഒന്ന് ചീക്കണം. ഞാൻ പറഞ്ഞില്ല തല നനച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ കുറച്ച് ഫ്രിസി ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് പിന്നെ നല്ല രീതിക്ക് മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കും, കെട്ടൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. സോ 2 സൈഡിലും നല്ല വൃത്തിക്ക് നമ്മൾ ചീതി കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ രാവിലെ ഉച്ചയ്ക്ക് മീൻസ് സ്കൂൾ വിട്ട് വന്നിട്ടും പിന്നെ നൈറ്റുമാണ് ഞാൻ മെയിനായിട്ട് ആ ഫേസ് വാഷ് ഉപയോഗിക്കാറ്. സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന പോലെ തന്നെ, കാരണം അത് ടാൻ റിമൂവ് ചെയ്യാനുള്ളതാണ്. സ്കൂളൊക്കെ വിട്ട് വന്നാൽ എന്തായാലും മുഖം ഭയങ്കര ഡള്ളായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. നല്ലൊരു എണ്ണമയപ്പാവും മുഖത്തുണ്ടാവുക, ഭയങ്കര ഓയിലാവും. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വേർക്കുമ്പോൾ വരുന്ന ഒരു ഓയിലിനെസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് എനിക്ക് അഗെയിൻ ഫേസ് വാഷ് വെച്ചിട്ട് നല്ല രീതിക്ക് മുഖം കഴുകണം. അത് ഞാൻ കാണിച്ചത് സൂര്യനെതിരെയുള്ള പ്രൊട്ടക്ഷനാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഷെൽഫിൽ നിന്ന് നമ്മുടെ ന്യൂഡിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ ഫേസ് വാഷ് എടുക്കാം ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, അപ്പം നോർമലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് പോലെ തോന്നിയാലല്ലേ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ സ്കിന്ന് ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നി. ബ്രൈറ്റ് മീൻസ് വെളുത്തിട്ട് പാറാന്നല്ല ഞാൻ പറഞ്ഞത്. ടാൻ ഒന്ന് റിമൂവ് എന്ന് വെച്ചാൽ ടോട്ടലി റിമൂവ് ഒന്നും ഒറ്റയടിക്കാവില്ലല്ലോ ടാന്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിമൂവ് ആവുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ ഡേ ബൈ ഡേ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എനിക്കിത് നല്ല രീതിക്ക് വർക്കായ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. യൂഷ്വലി എല്ലാവരും ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഗുണങ്ങളുള്ള ഫേസ് വാഷ് നോക്കി വാങ്ങാം കേട്ടോ. കാരണം ഇതാകുമ്പോൾ ഡബിൾ യൂസാണ്. നമ്മുടെ ഫേസ് ക്ലീൻ ആവാനും ഹെൽപ്പ് ചെയ്യും, ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ബ്രൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യും. സോ എല്ലാതും കൂടെ 3 in 1 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാം. സോ ഫേസും നെക്കൊക്കെ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി ഞാൻ വന്നു ഗൈസ്. പിന്നെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി എടുക്കുന്നത് വൈകുന്നേരമാണ്. ഒരു 6 മണി 6:15 ആയപ്പോൾ അമ്മ കടയിൽ പോയിട്ടുണ്ടായിരുന്നു, അമ്മയും നീലും എന്തോ. അപ്പോൾ വരുമ്പോൾ ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേസ് അല്ലേ, ഇതിൻ്റെ പേരെന്തായിരുന്നു, പാർലീസ് അങ്ങനെ എന്തോ പറഞ്ഞു ഇതിൻ്റെ പേര്, ഞാൻ മറന്നു. അപ്പോൾ അതിൻ്റെ ഓറഞ്ച് ഫ്ലേവറായിരുന്നു. ശരിക്കും 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റിക്ക് ഞാൻ 1 പൊട്ടിച്ചിങ്ങനെ ഇടുകയാണ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, കുറേ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കുന്നത്. പിന്നെന്താ, ആസ് ഓൾവേസ് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് ഞാൻ അമ്മേരായിട്ട് സംസാരിക്കുന്നത് ഗൈസ്. അങ്ങനെ അമ്മേരായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 7 മണി 7:15 ആകുമ്പോഴേക്കും ഞാൻ പഠിക്കാനിരുന്നു. 10th ആണ് ഗൈസ്, നമുക്ക് അതിൻ്റെ ഒരു ബോധം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കെമിസ്ട്രി ആയിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പഠിച്ചതിന് ശേഷം അതിലത്തെ മറ്റേ എഴുതുന്ന സംഭവങ്ങളൊക്കെ ഇക്വേഷൻസ് ഒക്കെ ചെയ്ത് പഠിക്കാനായിരുന്നു. ആക്ച്വലി ഞാൻ വീഡിയോ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ തിരിഞ്ഞ് നോക്കാതിരുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രിക്ക് ആയപ്പം മേലൊക്കെ കഴുകി വന്നു. രാത്രി മീൻസ് കിടക്കാറായപ്പോൾ മേലും കാര്യങ്ങളൊക്കെ കഴുകി വന്നു. മുഖം കഴുകിയിട്ടില്ല ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 നേരം ഉപയോഗിക്കും ഫേസ് വാഷ്. നമുക്ക് ഒന്ന് പോയി കഴുകി മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഓടി വരാം.
അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കഴുകണം. നോർമലായിട്ട് ഞാൻ നേരത്തെ ഒക്കെ കാണിച്ച പോലെ തന്നെയാണ്. സോ ഫേസ് ആദ്യം വെള്ളം വെച്ച് വെറുതെ ഒന്ന് കഴുകും. അതിന് ശേഷം നമ്മൾ കുറച്ച് ഫേസ് വാഷ് എടുക്കും. ഒരു ലോഡൊന്നും എടുക്കണ്ട കേട്ടോ. ഭയങ്കര ഓവറായിട്ട് എടുത്താൽ ഭയങ്കര പതൊക്കെ വന്ന് നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴും ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈയിങ് ആവരുത് എന്നുണ്ടെങ്കിൽ ക്ലെൻസേഴ്സൊക്കെ യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫേസ് വാഷ് എടുക്കുമ്പോൾ കുറച്ച് എടുക്കുക, എന്നിട്ട് നെക്കിലും ഫേസിലും ഒരുപോലെ തന്നെ നമ്മൾ കഴുകി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ തന്നെയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ റുട്ടീൻ മൊത്തം കാണിക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ ഫുൾ റുട്ടീനായിട്ട് അങ്ങോട്ട് കാണിച്ചതാണ്. അങ്ങനെ മുഖവും കാര്യങ്ങളൊക്കെ കഴുകി ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങണം. അതിന് മുമ്പ് നമ്മുടെ നോർമലായിട്ട് കിടന്നുറങ്ങുന്നതിനെക്കാട്ടി മുമ്പ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്നാളെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞു സ്കിൻ കെയറും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകാൻ. ഗൈസ്, ഞാൻ റൂമിൽ ഇരിക്കുകയാണ്, കിടന്നുറങ്ങാറായി. മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ ടാറ്റാ, ബൈ.